Hello everyone, welcome to Rahil's Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോസിറ്റിവിസം, പോസിറ്റിവിസം. പോസിറ്റിവിസം എന്താണ്, പോസിറ്റിവിസം എന്താണ്, ഹൈപ്പോതെറ്റിക്കോ ഇൻഡക്റ്റീവ് എന്താണ്, എംപിരിക്കൽ ഡിറ്റക്റ്റീവ് എന്താണ്, ഇതിന്റെ കമ്പാരിസൺ എന്താണ്, കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, ഇതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, ഞാൻ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഈ ഒരു ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ഓവറോൾ പെർസെൻറ്റേജ് ഞാൻ എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഗ്രാഫാണിത്. 2023 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗത്തിലെ 8% ഓഫ് ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തുനിന്നായിരുന്നു. 2022 ജൂൺ എക്സാമിന് 32% ക്വസ്റ്റ്യൻസും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുനിന്നായിരുന്നു. അങ്ങനെ നമുക്ക് ഓരോ വർഷങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് കാണാൻ നമുക്ക് മനസ്സിലാവും. ദാറ്റ് മീൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ വളരെ ടെക്നിക്കൽ കാര്യങ്ങളുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ച് തന്നിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ബേസിക് ടു ദ പോയിന്റ് കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എനിവേ ഐ എം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. ഹൈപ്പോതെറ്റിക്കോ ഇൻഡക്റ്റീവ് അതുപോലെ എംപിരിക്കൽ ഡിറ്റക്റ്റീവ് മുതലായ പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട രണ്ട് ടോപ്പിക്കാണ് പോസിറ്റിവിസം അതുപോലെ തന്നെ പോസിറ്റിവിസം. അതിന്റെ കീഴിൽ വരുന്നതാണ് ഈ പറയുന്ന ഹൈപ്പോതെറ്റിക്കോ ഇൻഡക്റ്റീവും എംപിരിക്കൽ ഡിറ്റക്റ്റീവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റിവിസം വെച്ച് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പോസിറ്റിവിസം? പോസിറ്റിവിസം ഈസ് എ റിസർച്ച് ഫിലോസഫി. പോസിറ്റിവിസം എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഫിലോസഫി ആണ് that believes true knowledge comes only from observation, measurement and scientific method. അതായത് പോസിറ്റിവിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു റിസർച്ച് ഫിലോസഫിയാണ്, ഒരു ഗവേഷണ ഫിലോസഫിയാണ്. എന്താ ഈ ഫിലോസഫി പറയുന്നത്? യഥാർത്ഥത്തിലുള്ള കോർ ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള നോളേജ് ഒരു മനുഷ്യന് ലഭിക്കുക എന്തൊക്കെ വഴിയാണ്? ഒബ്സർവേഷൻ വഴിയും മെഷർമെന്റ് വഴിയും അതുപോലെ സയന്റിഫിക് മെത്തേഡ് വഴിയുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ട്രൂ നോളജ് കിട്ടുള്ളൂ എന്നാണ് ഈ ഒരു ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഒബ്സർവ് ചെയ്താൽ കിട്ടുന്ന ഇൻഫോർമേഷൻ ആണ് കറക്റ്റ്, നമ്മൾ മെഷർ ചെയ്താൽ കിട്ടുന്ന ഇൻഫോർമേഷൻ ആണ് കൃത്യമായിട്ടുള്ള നോളജ്, അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ട് കണ്ടുപിടിച്ച മെത്തേഡ്സുകളാണ് ട്രൂ നോളജ് എന്നാണ് ഈ പോസിറ്റിവിസം എന്നുള്ളൊരു ഫിലോസഫി പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് എംഫസൈസസ് ഒബ്ജക്റ്റീവ്, ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ഫാക്ട്സ് ആസ് ദ ബേസിസ് ഓഫ് നോളജ്. ഓക്കെ, അതായത് പോസിറ്റിവിസം എന്ന് എന്താ ഫോക്കസ് ചെയ്യുന്നത്? അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിലുള്ള റിസർച്ചുകളെ അല്ലെങ്കിൽ നോളജുകളെ, അതുപോലെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നോളജുകളെ, മെഷർ ചെയ്യാൻ പറ്റുന്ന നോളജുകളെയാണ് നോളജിന്റെ ബേസിസ് എന്നാണ് ഈ പോസിറ്റിവിസം എന്നുള്ള റിസർച്ച് ഫിലോസഫി പറയുന്നത്. ഈ ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മുടെ റിലീജിയസ് ഫിലോസഫിക്ക് പോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ്. മനസ്സിലായല്ലോ? നമ്മള് ഇപ്പോൾ ഓരോ മതത്തിനും അവരുടേതായ ഫിലോസഫികൾ ഉണ്ടാവും, ജീവിക്കുന്നത്, അതുപോലെ എല്ലാ മതത്തിലും അറിവ് എങ്ങനെ ലഭിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ഫിലോസഫിയിൽ പോസിറ്റിവിസം എന്നുള്ളൊരു ഫിലോസഫി പറയുന്നത് എന്താണ്? ഒരു ട്രൂ നോളജ് എന്ന് പറയുന്നത് അത് ഒബ്സർവേഷൻ വഴിയും മെഷർമെന്റ് വഴിയും അതുപോലെ സയന്റിഫിക് മെത്തേഡ് വഴി കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ട്രൂ നോളജ് എന്നാണ് പോസിറ്റിവിസം മുന്നോട്ട് വെക്കുന്നത്. ഇത് എംപിരിക്കൽ ഡിറ്റക്റ്റീവ് അപ്രോച്ച് ആണ്. അത് നമുക്ക് ലാസ്റ്റ് സ്ലൈഡിൽ തൊട്ട് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട്. ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് ഈ എംപിരിക്കൽ ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ഇതാണെന്ത് പോസിറ്റിവിസം എന്നുള്ള ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ കോർ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ഇതിലില്ല. ഇതിന്റെ കീഴിൽ വരുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് അപ്രോച്ച്, ഈ പറയുന്ന ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എംപിരിക്കൽ ഡിഡക്റ്റീവ് ആണ് ഈ പോസിറ്റിവിസത്തിന്റെ കീഴിൽ വരുന്ന അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഈ നെക്സ്റ്റ് നമ്മൾ പോസിറ്റിവിസം, അതിനുശേഷം ഞാൻ എംപിരിക്കൽ ഡിഡക്റ്റീവ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് പോസിറ്റിവിസം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? പോസിറ്റിവിസം. പോസിറ്റിവിസം ഈസ് എ ഫിലോസഫിക്കൽ അപ്രോച്ച്. ഇതും ഒരു ഫിലോസഫിയാണ്. ദാറ്റ് ആക്സെപ്റ്റ് സയന്റിഫിക് മെത്തേഡ്സ്
but recognize that knowledge is imperfect, probabilistic, and influenced by context. പോസിറ്റിവിസത്തിൽ നമ്മൾ എന്താ പറയുന്നത്? ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, മെഷർ ചെയ്യാൻ പറ്റുന്നത്, സയന്റിഫിക് മെത്തേഡിലൂടെ കണ്ടുപിടിക്കുന്നതൊക്കെ എന്താണ്? ട്രൂ നോളജ് ആണെന്ന് പറയുന്ന സമയത്ത് പോസ്റ്റ് പോസിറ്റിവിസം റിസർച്ച് ഫിലോസഫി എന്താ പറയുന്നത്? നമ്മുടെ നോളജ് എന്ന് പറയുന്നത്, സയന്റിഫിക് മെത്തേഡിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന നോളജ് എന്ന് പറയുന്നത് അത് ഇംപെർഫെക്റ്റ് ആണ്, അത് പ്രൊബബിലിസ്റ്റിക് ആണ്, സാധ്യത മാത്രമാണ്, അത് നമുക്ക് ഉറപ്പാണെന്ന് പറയാൻ പറ്റുന്ന ഒരു നോളജ് അല്ല നമുക്ക് കിട്ടുന്ന സയന്റിഫിക് മെത്തേഡ് വഴി കിട്ടുന്ന നോളജ്. അതുപോലെ തന്നെ ഡിഫറെന്റ് കണ്ടക്സ്റ്റിനനുസരിച്ചിട്ട് ആ നോളജ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതാണ് ഈ പോസ്റ്റ് പോസിറ്റിവിസം എന്നുള്ള റിസർച്ച് ഫിലോസഫി മുന്നോട്ട് വെക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഐ ഹോപ്പ് എവറി വൺ ഗെറ്റ് ദ കോൺസെപ്റ്റ്, റൈറ്റ്? എവരി വൺ ഗോട്ട് ദ കോൺസെപ്റ്റ്, യാ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. റിയാലിറ്റി എക്സിസ്റ്റ് ബട്ട് വി ക്യാൻ നെവർ നോ ഇറ്റ് പെർഫെക്റ്റ്ലി. അതായത് എല്ലാത്തിൻ്റെയും റിയാലിറ്റി ഉണ്ട്, എല്ലാത്തിൻ്റെയും സയന്റിഫിക് ഫൈൻഡിങ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരിക്കലും അറിയില്ല ഇതാണോ പെർഫെക്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ട്രൂ നോളജ് ആണ് നമുക്ക് പറയാൻ പറ്റൂല. ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇതിന്റെ മനുഷ്യന്റെ വളരെ ഇന്നർ ആയിട്ടുള്ള സബ് കോൺഷ്യസിലൊക്കെ വരുന്ന പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പൊതുവെ നോളജ് എന്ന് പറയുന്നത്. സ്വത്വം, അതുപോലെ ഈ തത്വമസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതായത് നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു നോളജ് ആണ് കൂടുതലും പോസ്റ്റ് പോസിറ്റിവിസം പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, സയന്റിഫിക് മെത്തേഡിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാതെ, അതായത് ലോകത്തിന്റെ ഒരു പെർഫെക്ഷന്റെ പ്രോബ്ലം കാരണം എന്താണ്, ഈ പറയുന്ന നോളജ് ഒന്നും എന്തല്ല, വാലിഡ് അല്ല എന്നുള്ള ഒരു ആശയമാണ് ഈ പറയുന്ന പോസ്റ്റ് പോസിറ്റീവുമായിട്ടുള്ള ഫിലോസഫി മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ദിസ് ടീച്ചിങ് മെത്തേഡ് ഓൾവേസ് വർക്ക്, അത് പോസിറ്റിവിസം ആണ് അല്ലെ. സയന്റിഫിക്കലി എന്താണ്, മെഷർമെന്റ് വഴി നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ട്രൂ നോളജ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പോസിറ്റിവിസം ആണ്. അതേ സമയത്ത് പോസ്റ്റ് പോസിറ്റിവിസം ആൾക്കാർ എന്താ പറയാ, ദിസ് ടീച്ചിങ് മെത്തേഡ് മോസ്റ്റ്ലി വർക്ക്സ് ബട്ട് നോട്ട് ഓൾവേസ്. ഇതെന്താണ്, ഇത് വർക്ക് ചെയ്തായിരിക്കും, പക്ഷെ എപ്പോഴും ഇത് എന്ത് ചെയ്യണമെന്നില്ല, ഇത് വർക്ക് ചെയ്തു കൊള്ളണമെന്നില്ല. അതാണ് പോസ്റ്റ് പോസിറ്റിവിസം പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പറയുന്നത് ഈ സയന്റിഫിക് മെത്തേഡ് വഴി റെക്കഗ്നൈസ് ചെയ്യുന്ന നോളജ് ഒക്കെ എന്താണ്, ഇംപെർഫെക്റ്റ് ആണ്, പ്രൊബബിലിസ്റ്റിക് ആണ്, അതുപോലെ കണ്ടക്സ്റ്റിനനുസരിച്ച് ഇൻഫ്ലുവൻസ്ഡ് ആണെന്നാണ് ഈ പോസ്റ്റ് പോസിറ്റിവിസം ആൾക്കാർ മുന്നോട്ട് വെക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസർച്ച് ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾ ആ ഒരു ഭാഗത്തും കൂടി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ജസ്റ്റ് ബേസിക് കമ്പാരിസൺ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹൈപ്പോത്തറ്റിക്കോ ഇൻഡക്റ്റീവും അതുപോലെ എംപിരിക്കൽ ഡിറ്റക്റ്റീവും എന്നുള്ള രണ്ട് കോൺസെപ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് ഞാനൊരു ബോക്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പോസിറ്റിവിസം എന്ന് പറയുന്നത് എന്താണ്, അത് ആബ്സല്യൂട്ട് ട്രൂത്ത് ആണ് അല്ലെ. അതായത് അവർ തീരുമാനിച്ചു, മെഷറബിൾ ആണ്, അത് സയന്റിഫിക് മെത്തേഡാണ്, അതാണ് ട്രൂ നോളജ്. പക്ഷേ പോസ്റ്റ് പോസിറ്റിവിസം പറയുന്നത് അതൊരു അപ്രോക്സിമേറ്റ് ട്രൂത്ത് ആണ്, അത് അബ്സല്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സംഭവം ശരിയാണ്, പക്ഷെ അത് പെർഫെക്റ്റ് അല്ല, അത് ഇൻഫ്ലുവൻസ്ഡ് ബൈ കണ്ടക്സ്റ്റ് ആണ്. അത് എന്താണ്, നമുക്ക് ഒരിക്കലും അതിൽ ഒരു താറടിച്ച് അതിന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നാണ് ഈ പോസ്റ്റ് പോസിറ്റിവിസം ആൾക്കാർ പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. റിയാലിറ്റി ഈസ് ഇംപെർഫെക്റ്റ്ലി മിസ്അണ്ടർസ്റ്റുഡ്. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവിനനുസരിച്ച് നമ്മൾ അത് റിയൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് പോസിറ്റിവിസം പറയുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇംപെർഫെക്റ്റ് ആണ്, അതൊരിക്കലും പെർഫെക്റ്റ് ആണ്, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പറയാൻ പറ്റില്ല എന്നതാണ് ഈ പറയുന്ന പോസ്റ്റ് പോസിറ്റിവിസം ആൾക്കാർ പറയുന്നത്. ഫൈൻ. അതുപോലെ തന്നെ പോസിറ്റിവിസം എന്ന് പറയുന്നത് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇവർ ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവരുടെ ട്രൂ നോളജ് അവർക്ക് ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് പോസിറ്റിവിസം എന്താണ്, ഫിലോസഫിയിൽ മിക്സഡ് മെത്തേഡ്, അവിടെ ക്വാണ്ടിറ്റേറ്റീവും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവും അങ്ങനെ ഡിഫറെന്റ് ആസ്പെക്ട്സ് വഴിയാണ് അവരുടെ ഫിലോസഫി എന്ത് ചെയ്യുന്നത്, ആ ഒരു നോളജിനെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താണ്, സെർട്ടൈനിറ്റി ആണ്, ഇത് പ്രൊബബിലിറ്റി ആണ്, സാധ്യതയാണ്, ഇത് വാല്യൂ ഫ്രീ ആണ്, പിന്നെ അതുപോലെ തന്നെ വാല്യൂസ് മേ ഇൻഫ്ലുവൻസ് റിസർച്ച്. അപ്പൊ ഈ രണ്ട് ബോക്സ് ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രം വേണ്ടി കൊടുത്താണ്. നിങ്ങൾ കുറച്ചും കൂടി ഇനി ആ രണ്ട് എക്സ്പ്ലനേഷനിൽ മനസ്സിലാവാത്ത ആളുകൾക്ക് ഇത് കുറച്ചും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഈ പോസിറ്റിവിസം അതുപോലെ തന്നെ പോസ്റ്റ് പോസിറ്റിവിസം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോൺസെപ്റ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഹൈപ്പോത്തറ്റിക്കോ ഇൻഡക്റ്റീവും അതുപോലെ തന്നെ എന്താണ്, പിന്നെ എംപിരിക്കൽ ഡിറ്റക്റ്റീവും അപ്രോച്ചുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഹൈപ്പോത്തറ്റിക്കോ ഇൻഡക്റ്റീവ് അപ്രോച്ച് refers
ടു ഡെവലപ്പിംഗ് ഹൈപ്പോത്തിസിസ് ആൻഡ് തിയറീസ് ഫ്രം ഒബ്സർവ്ഡ് ഡാറ്റ യൂസിങ് ഇൻഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അതായത് ഇതെന്ന് സംഭവിക്കുന്നത് ഹൈപ്പോത്തറ്റിക്കോ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പിംഗ് ഹൈപ്പോത്തിസിസ് ആൻഡ് തിയറീസ് ഫ്രം ഒബ്സർവ്ഡ് ഡാറ്റ യൂസിങ് ഇൻഡക്റ്റീവ് റീസണിങ്. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിഷയം നമ്മൾ ഒബ്സർവ് ചെയ്യും. ഓക്കെ, നമ്മളൊരു വിഷയം ഒബ്സർവ് ചെയ്യാണ്. അതായത് നമ്മൾ ഡിജിറ്റൽ, അതായത് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ഈ ബ്ലാക്ക് ബോർഡ് ക്ലാസ്, ട്രഡീഷണൽ ക്ലാസ്സിൽ നിന്ന് നമ്മളിപ്പോൾ എന്താണ് ഡിജിറ്റൽ ക്ലാസ്സിലേക്കാണ്, ഡിജിറ്റലിലേക്ക് മാറി അല്ലെ കുട്ടികളൊക്കെ. അപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി വഴി പഠിക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തിന്റെ മികവ് ട്രഡീഷണലി പഠിക്കുന്ന ആളുകളെക്കാൾ എന്താണ് കൂടുതലാണെന്ന് ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാനത് എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ്. ആദ്യം നടക്കേണ്ടത് ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്റ്റീവിൽ നടക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പം ഒരു ഫാക്ട്, ഒരു സംഭവത്തെ ഒബ്സർവ് ചെയ്യലാണ്. അപ്പൊ ഞാനൊരു അധ്യാപകനാണ്, ഞാൻ ഈ ഒബ്സർവ് ചെയ്തു. ഞാൻ പഴയ ആ ഒരു വിദ്യാർത്ഥികളുടെ അവരുടെ നോളജ് ഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതികളും ഇപ്പോഴുള്ള കുട്ടികളെ ഞാനത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് കുറച്ചും കൂടി പെട്ടെന്ന് എന്താണ് കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാനും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്ന ഒരു ചുറ്റുപാടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഒബ്സർവേഷൻ ഞാൻ മനസ്സിലാക്കി, ഞാനൊരു ഫൈൻഡിങ്സിലേക്ക് എത്തി. അതായത് ഡിജിറ്റൽ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ബുദ്ധി വികാസം വർദ്ധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഒബ്സർവ് ചെയ്ത ഫസ്റ്റ് കാര്യം. ഓക്കെ, അതാണ് ഞാൻ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അതിനെ സ്റ്റഡി ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, രണ്ട് തരത്തിൽ, അതായത് ട്രഡീഷണൽ മെത്തേഡുകൾ വഴി പഠിച്ച കുട്ടികളോടും മോഡേൺ മെത്തേഡുകളോട് പഠിച്ച കുട്ടികളും തമ്മിൽ ഞാൻ ഒരുമിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അവർ തമ്മിൽ റിസർച്ച് നടത്തിയപ്പോൾ എനിക്കതെന്തായി, ഒരു ഫൈൻഡിങ്സ് ആയിട്ട്, ആ സ്റ്റഡി നടത്തിയപ്പോൾ എനിക്കൊരു ഫൈൻഡിങ്സ് കിട്ടി. ആ ഫൈൻഡിങ്സ് എന്തായി, ഒരു പുതിയ തിയറിയായി. അതായത് ഈ തിയറി എന്താ പറയുന്നത്, ഡിജിറ്റൽ ടെക്നോളജി എന്ത് ചെയ്യാണ്, കുട്ടികളുടെ ബുദ്ധിവികാസം വർദ്ധിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഡിജിറ്റൽ ടെക്നോളജി എന്നുള്ളത് ഒരു പുതിയ തിയറി ആയിട്ട് മാറുകയാണ്. ഇങ്ങനെയാണ് ഓരോ തിയറിയും ലോകത്തിലേക്ക് വരുന്നത്. ഒരു മനുഷ്യൻ അത് ഒബ്സർവ് ചെയ്യുന്നു, അതിനെ സയന്റിഫിക് മെത്തേഡ് വഴി അതിനെ പഠിക്കുന്നു, പഠിച്ചതിന്റെ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്താണ്, പുതിയൊരു തിയറി ലോകത്തേക്ക് മുന്നോട്ടേക്ക് എന്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഹൈപ്പോതെറ്റിക്കോ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്നാ പറയാം. ഓക്കെ, അതായത് ഇതിന്റെ ഒരു ലോജിക്കൽ ഫ്ലോ, വളരെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഇതാണ്: ഒബ്സർവേഷൻ, ഹൈപ്പോത്തിസിസ്, തിയറി. ആദ്യം ഞാനൊരു വിഷയത്തെ ഒബ്സർവ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, അസംഷൻ ആണ്, ഞാൻ അസ്യൂം ചെയ്യാണ്. എന്റെ അസംഷൻ എന്താണ്, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടികൾ ട്രഡീഷണൽ മെത്തേഡ് വഴി പഠിച്ച കുട്ടികളെക്കാൾ ബുദ്ധിവികാസം കൂടുതലാണ്. സ്റ്റഡി നടത്തുന്നു, ഫൈൻഡിങ്സ് കിട്ടുന്നു, അതൊരു തിയറി ആയിട്ട് മാറുന്നു. അതാണ് ഹൈപ്പോതെറ്റിക്കോ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പം ഈ വേർഡ് മീനിങ് ആയിരിക്കും മറന്നു പോരുത്. അതായത് ഹൈപ്പോതെസിസിൽ നിന്ന് തിയറി അല്ലെങ്കിൽ ഒബ്സർവേഷൻ വഴി തിയറിയിലേക്ക് എത്തുന്ന മെത്തേഡ് നമ്മൾ എന്ത് പറയാ, ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയാം, ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് അതിന് പറയാം. അപ്പോൾ ഹൈപ്പോതെസിസ് വഴി ഇൻഡക്റ്റീവ് അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റഡി നടത്തുകയാണ്, ഒരു തിയറി മുന്നോട്ടേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റുഡൻസ് യൂസിങ് മൊബൈൽ ആപ്സ് ലേൺ ബെറ്റർ. ഹൈപ്പോത്തിസിസ് എന്തായിരുന്നു, മൊബൈൽ ലേണിംഗ് ഇംപ്രൂവ്സ് പെർഫോമൻസ് ആഫ്റ്റർ മെനി സ്റ്റഡീസ് എ തിയറി ഈസ് ഡെവലപ്ഡ്. ഇതാണ് ഹൈപ്പോതെറ്റിക്കോ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. സംശയമൊന്നും ഉണ്ടാവേണ്ടതില്ല, ഞാൻ അത്രയും ബേസിക് ലെവൽ മുതലുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനിയും സംശയമുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനിയാണ് എന്ത്, എംപിരിക്കൽ ഡിഡക്റ്റീവ് അപ്രോച്ച്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഒന്നുമില്ല. അതായത് ഒരു തിയറി ഉണ്ടാവും, ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും, ആ ഹൈപ്പോത്തിസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ ടെസ്റ്റ് ചെയ്യും. അതായത് എംപിരിക്കൽ ഡിഡക്റ്റീവ് അപ്രോച്ച് റെഫേഴ്സ് ടു ടെസ്റ്റിംഗ് തിയറീസ്. നേരത്തെ എന്തായിരുന്നു, ഒബ്സർവ്, ഹൈപ്പോത്തിസിസ്, തിയറി. ഇവിടെ ഫസ്റ്റ് എന്താ, ഒരു തിയറി നമ്മൾ കയ്യിലേക്ക് എടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റെഫേഴ്സ് ടു ടെസ്റ്റിംഗ് തിയറീസ് ആൻഡ് ഹൈപ്പോത്തിസിസ് യൂസിങ് എംപിരിക്കൽ ഡാറ്റ ത്രൂ ഡിഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അതായത്
നമ്മൾ ഒരു തിയറി എടുക്കുകയാണ്, അത് ഹൈപ്പോത്തിസിസിലേക്ക് മാറ്റുകയാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റ വെച്ച് ടെസ്റ്റ് ചെയ്യാണ്, നേരെ തിരിച്ചിട്ട് വരികയാണ്. അത് നമ്മൾ എന്താ പറയാ, ഡിഡക്റ്റീവ് എന്ന് പറയും. അതായത് തിയറിയിൽ നിന്ന് എന്താണ് ഡാറ്റയിലേക്ക്, മറ്റേന്തായിരുന്നു ഡാറ്റയിൽ നിന്ന് തിയറിയിലേക്കായിരുന്നു, റൈറ്റ്. ഇത് നമ്മൾ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയാം. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി കുറച്ചും കൂടി ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോട്ടിവേഷൻ ഇംപ്രൂവ് അക്കാഡമിക് പെർഫോമൻസ്, അതൊരു തിയറി ആണല്ലേ. അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് മുന്നേ, അതായത് ഓൾറെഡി പ്രൂവ് ചെയ്തൊരു തിയറിയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിക്ക് നല്ല മോട്ടിവേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് എന്താവും, നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യും, അപ്ഗ്രേഡ് ആവും എന്നാണ് പറയുന്നത്. ഇതെന്താണ് ഈ മോട്ടിവേഷൻ വിച്ച് ലെഡ് ടു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ തിയറി ടെസ്റ്റ് ചെയ്യാനും വേണ്ടി ടെസ്റ്റിംഗ്, അപ്പോൾ നമ്മുടെ ഹൈപ്പോസിസിലേക്ക് വരണം അല്ലെ. ഹൈപ്പോസിസ് വന്നു, ഹൈലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻറ് സ്കോർ ബെറ്റർ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ, ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഹൈപ്പോസിസ് നമുക്ക് വന്നു. അതായത് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് ഒരു ഹൈപ്പോസിസിലേക്ക് വരികയാണ്. ആ ഹൈപ്പോസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല സ്കൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ ആ തിയറിയെ വാലിഡേറ്റ് ചെയ്യുന്നു. അതാണ് എംപിരിക്കൽ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കോർ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ. ഓക്കെ, ഇതിൽ കൂടുതലായിട്ടൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നില്ല. ഇത് എന്താണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടക്സ്റ്റും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എന്ത് ചെയ്യുക, ആദ്യം മുതൽ ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ കോംപ്ലക്സിറ്റി ഉള്ള കോൺസെപ്റ്റില്ല. പക്ഷെ ചില ആളുകൾക്ക് ഈ ഒരു ഭാഗം ഒരിത്തിരി ബുദ്ധിമുട്ട് പറയുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചിലപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. നമുക്ക് ഇതിന്റെ ഒരു PYQ കൂടി ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. എന്താണ്, വൺ സെക്കൻഡ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വെൻ ഇൻ എ പ്രോസസ് ഓഫ് റീസണിങ് ഒബ്സർവേഷൻ ഈസ് ഫോളോഡ് ബൈ തിയറി. അതായത് ഒബ്സർവേഷൻ തിയറിയെ ഫോളോ ചെയ്യണം. അപ്പോൾ തിയറി ആയിരിക്കും ഫസ്റ്റ് വരിക, തിയറി, ഒബ്സർവേഷൻ, പിന്നെന്താണ് ഹൈപ്പോതെസിസ്, പിന്നെ അതുപോലെ തന്നെ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഇത് എന്താണ്, ഇത് ഏത് ഇതാണെന്ന ഇത് ഏത് അപ്രോച്ച് എന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ആദ്യം തിയറി വന്നു, തിയറിക്ക് ശേഷം തിയറിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒബ്സർവേഷൻ നടത്തി ഹൈപ്പോത്തിസിസിലൂടെ നമ്മൾ ഡാറ്റയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് യെസ് പറയൂ, എല്ലാവരും പറയൂ, ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്, റൈറ്റ്. അതെന്താണ്, എംപിരിക്കൽ ഡിഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. തിയറിയിൽ നിന്ന് പിറകോട്ട് വരികയാണ്. ഓക്കെ, തിയറി ടു ഡാറ്റ, ഫൈൻ. ഇനി അതേ സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തിയറിയിലോട്ട് പോകുമ്പോൾ അതെന്താണ്, അത് ഹൈപ്പോതെസിസ് ഇൻഡക്റ്റീവ് ആണ്. ഓക്കെ, ഇൻഡക്റ്റീവ് ആട്ടോ. അപ്പോൾ ഇൻ ആൻ ഇൻഡക്റ്റീവ് അപ്രോച്ച് തിയറി ഈസ് ജനറേറ്റഡ് ഔട്ട് ഓഫ്, അതായത് ഇൻഡക്റ്റീവ് അപ്രോച്ച് നമുക്ക് അറിയാലോ എന്താണ്, ഒബ്സർവേഷൻ, ഹൈപ്പോതെസിസ്, പിന്നെന്തായിരുന്നു തിയറി. അപ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ചിൽ തിയറി എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. സിമ്പിൾ ഒബ്സർവേഷൻ, റിസർച്ച് ഡൺ, ഫീൽഡ് നോട്ട്, അനദർ തിയറി. സിമ്പിൾ ഒബ്സർവേഷൻ അടിസ്ഥാനത്തിലല്ലേ, നമ്മൾ കേവലം ഒരു ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിലേക്കാണ് നമ്മൾ തിയറിയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഏതൊരു സ്റ്റഡിയുടെയും ഇൻഡക്റ്റീവ് സ്റ്റഡിയുടെയും പ്രൈമറി ആയിട്ടുള്ള അതിന്റെ ജനറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഇത് പ്രീവിയസിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള PYQs ഒക്കെ ഞാൻ എന്ത് ചെയ്യും, ഏറ്റവും ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഭാഗം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡെയിലി 5 മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഫൈൻ, താങ്ക്സ് എവരിവൺ.